ഫ്രണ്ട്സ്, ഇത് നമ്മുടെ വർക്ക്ഷോപ്പിനോട് ചേർന്ന് കാണുന്ന ഒരു മീൻകുളമാണ് കേട്ടോ. 8 അടി നീളവും 4 അടി വീതിയും 1.5 അടി താഴ്ചയുമാണ് ഇതിനുള്ളത്. നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ നേരത്ത് മുറ്റത്തെ ഓരോ കട്ടകളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് കോൺക്രീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു മീൻകുളം ഉണ്ടാക്കിയെടുത്തത്. അതിന് ചുറ്റും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അത് വൈഫാണ് പച്ചക്കറികളുടെ കാര്യം നോക്കുന്നത്. കുറച്ച് ഏരിയേ ഉള്ളൂ, എന്നാലും അത്യാവശ്യം സാധനങ്ങളെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. കോവയ്ക്കുണ്ട്, ബീൻസ് ഉണ്ട്, കുറച്ച് ചീരയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം നന്നായിട്ട് അത് വളരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അത് അറിയാവുന്നവർ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നമ്പറും കൂടെ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ മീൻകുളം ഉണ്ടാക്കിയിട്ട് 1.5 വർഷമായി. അപ്പോൾ അത് ആദ്യമേ അത് കവർ ചെയ്യാതെ, നെറ്റിട്ട് കവർ ചെയ്യാതെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ കൊക്ക് എല്ലാ മീനുകളെയും പിടിച്ചുകൊണ്ട് പോയി. അതിന് ശേഷം രണ്ടാമത് ഇട്ടതാണ്. ഇവിടെ നമ്മളൊരു അടുക്കള വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പുഴു മീനിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാവുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളിൽ പലരുടെയും അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ ചെറിയ കൃഷികളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിൻ്റെ അകത്തുനിന്ന് എന്തുമാത്രം സന്തോഷം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചെറിയ ഫാമിലിക്ക് 2-3 ദിവസം കഴിക്കാനുള്ള പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ മിനിയേച്ചർ ഡാമുണ്ട്, വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഡാമിൻ്റെ മുൻവശത്ത് ഒരു ചെറിയ മാവുണ്ട്. അപ്പം മാവും കായ്ച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാനുള്ള മാങ്ങ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. തൊട്ടപ്പുറം ഒരു ചെറിയ പ്ലാവുണ്ട്, 1 വർഷത്തേക്ക് കായ്ക്കുന്നത്. ഒരു ചക്ക മൂത്തതാണ്. അപ്പോൾ ആ ചക്കയും കൂടെ നമ്മൾ ഇന്ന് ഇടുന്നുണ്ട്. അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.